ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് സിനോപ്റ്റിക് ഗോസ്പല്, സമാന്തര സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ സുവിശേഷങ്ങളിൽ വ്യത്യസ്ത വീക്ഷണകോണിലൂടെ യേശുവിനെ നോക്കി കാണുന്നതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചു വരുന്നത്. യേശുവിനെ രാജാവായി അവതരിപ്പിക്കുന്നു മത്തായി. യഹൂദന്മാർക്ക് വേണ്ടി അവർ കാത്തിരുന്ന മശിഹായി അവതരിപ്പിക്കുന്ന സുവിശേഷമാണ് മത്തായി എഴുതിയ സുവിശേഷം. അതിന്റെ പോയിന്റ്സ് പെട്ടെന്ന് ഒഴിച്ചു പറയാം. ആ മഹാരാജാവിന്റെ ഒരു വംശാവലിയോടും കൂടെയാണ് ഈ സിനോപ്റ്റിക് ഗോസ്പലിൽ മത്തായി എഴുതിയ സുവിശേഷം കാണുന്നത്. മത്തായി എഴുതിയ സുവിശേഷത്തിലും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും യേശുവിന്റെ വംശാവലി കാണുന്നുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ യേശുവിന്റെ വംശാവലി കാണുന്നില്ല. കാരണം മർക്കോസ് ഈ സുവിശേഷം എഴുതിയത് റോമാക്കാർക്ക് വേണ്ടിയാണ്. അപ്പോൾ അവർക്ക് ഈ രീതിയിൽ യേശുവിനെ അവതരിപ്പിക്കുന്നതിന് അധികമായിട്ട് ആവശ്യമായിരിക്കുന്നത് യേശുവിന്റെ ദാസനായ യേശുവിനെയാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ആ രീതിയിൽ നമ്മൾ കാണാത്തത്. നമ്മൾ ഇന്ന് മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ ഇന്നത്തോടുകൂടെ മത്തായി എഴുതിയ സുവിശേഷം അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. യേശുവിനെ രാജാവായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് പുതിയ നിയമത്തിൽ ആദ്യത്തെ ചോദ്യം മത്തായി എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായ വാക്യത്തിൽ പ്രശ്നങ്ങളായിരുന്നു തുടങ്ങേണ്ടത് കേട്ടാ. അപ്പൊ ഞാൻ ഒന്ന് എല്ലാവരും വരുന്നവരെ പഴയ പോയിന്റ് ഒന്ന് പറയാണ്. ആയിക്കോട്ടെ. അപ്പൊ രാജാവിന്റെ വംശാവലി, രാജാവിന്റെ അവതരണം ഒക്കെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. രണ്ടാമത് യേശുവിന്റെ രാജാവായിട്ടുള്ള അവകാശവാദങ്ങൾ. അവകാശവാദങ്ങള് നമുക്കറിയാം. അവന്റെ സ്നാന ശുശ്രൂഷ, ഗിരിപ്രഭാഷണം, അവന്റെ മാഗ്ന കാർട്ട, അവന്റെ നിയമമാണ്, ഭരണഘടന അവതരിപ്പിക്കുകയാണ്. രാജാവിന്റെ പ്രവർത്തികൾ, അത്ഭുതങ്ങൾ നമ്മൾ പഠിച്ചു. അത്ഭുതങ്ങൾ ഏതൊക്കെയാണ് യേശുവിന്റെ അത്ഭുതങ്ങൾ? 5 വിധത്തിലുള്ള അത്ഭുതങ്ങളാണ്: രോഗശാന്തി, ഭൂതശാന്തി, പ്രകൃതി ശക്തികളിന്മേലുള്ള അത്ഭുതങ്ങൾ, മരിച്ചവരെ ഉയർപ്പിക്കുന്നത്, തന്നിൽ തന്നെ നടന്ന അത്ഭുതങ്ങൾ. ഇതൊക്കെയാണ്. അടുത്തത് രാജാവിന്റെ കാര്യപരിപാടി. സംശയിക്കുന്ന യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർ വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുത്തനായിട്ട് കാത്തിരിക്കണം. രാജാവ് തന്നെയാണെന്ന് പറയുമ്പോൾ തന്നെ അവരിൽ സംശയം ഉടലെടുക്കുന്നത്. അടുത്ത രാജാവിന്റെ പരീക്ഷണങ്ങൾ. നാട്ടുകാരെ അവിശ്വസിക്കുന്നു, സ്വന്തം നാട്ടുകാരെ അവിശ്വസിക്കുന്നു, യോഹന്നാൻ സ്നാപകന്റെ മരണം, എതിർപ്പുകൾ വർദ്ധിക്കുന്നു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയുന്നത് രാജാവിന്റെ പ്രശ്നങ്ങൾ. ഓരോ രാജാവിനും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. രാജാവ് ഒരു രാജ്യം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ആ രാജ്യത്തിന് എതിരായി നിൽക്കുന്ന ശക്തികൾ ഉണ്ടായിരിക്കും. ആ ശക്തികളെ ആഭ്യന്തരവും ബാഹ്യവുമായി ആ രാജ്യത്തിനെതിരെ വരുന്ന ശത്രുക്കളെ തോൽപ്പിച്ചും അവരുടെ ചോദ്യങ്ങളെ നേരിട്ടും വേണം യേശുവിന് മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ യേശുവിന് വരികയാണ്. ഒന്നാമത്തെ ചോദ്യം ഇവിടെ വരുന്നു. 19-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞു, ഏത് പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, ഏത് കാരണം ചൊല്ലി സ്ത്രീയെ വിവാഹമോചനം ചെയ്യാനുള്ള ഉപേക്ഷിക്കുവാനായിട്ടുള്ള അനുവാദമുണ്ടോ? അപ്പൊ യേശു പറഞ്ഞില്ല. ആദ്യം അവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, അതുകൊണ്ട് അങ്ങനെയുള്ള അനുവാദമില്ല. പറയും മോശ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. മോശ ഉപേക്ഷണപത്രം കൊടുത്ത് ഉപേക്ഷിക്കാനായിട്ടുള്ള അവസരം. അത് അങ്ങനെയല്ലായിരുന്നു. അത് നിങ്ങളുടെ ഹൃദയകാഠിന നിമിത്തമാണ്. ഞാൻ പുതിയതായിട്ട് ഡിഫൈൻ ചെയ്യാം. പുതിയ ന്യായപ്രമാണത്തെ പുതിയതായിട്ട് പറയാണ്. യേശുവിന്റെ ഈ രാജാവിന്റെ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കുകയാണ്. അടുത്തതായിട്ട് അന്ധന്മാർക്ക് കാഴ്ച നൽകുന്നു. യേശു ഈ രാജാവ് അന്ധന്മാർക്ക് കാഴ്ച നൽകുന്ന വിവരം നമുക്കറിയാം. പുതിയ നിയമത്തില് പല അന്ധന്മാർക്ക് കാഴ്ച നൽകുന്നുണ്ട്. പക്ഷെ രാജാവ് രാജകീയമായിരിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഓരോ ഓരോ അന്ധനോടും പെരുമാറുന്നത്. എല്ലാവർക്കും ഒരുപോലെയുള്ള സൗഖ്യമല്ല നൽകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. രാജാധികാരത്തിൽ ഓരോ വ്യക്തിയോടും എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള വ്യത്യസ്തമായിരിക്കുന്ന രീതികളായി യേശു അവലംബിച്ചിട്ടുള്ളത്. ഒരു കുരുടനെ തൊട്ട് സുഖപ്പെടുത്തുന്നു, ഒരു കുരുടന്റെ കണ്ണിൽ ചേറ് തേച്ച് സുഖപ്പെടുത്തുന്നു, ശിലോം കുളത്തിൽ പോയി കഴുകി വരിക എന്ന് പറയുന്നു. ഒരു കുരുടനെ പുറത്തേക്ക് കൊണ്ടുപോയി സൗഖ്യമാക്കി കഴിഞ്ഞപ്പോ അവന്റെ കാഴ്ച പൂർണ്ണമായില്ല. വീണ്ടും അവനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എന്നിട്ട് അവന്റെ ഒരിക്കൽ കൂടെ തൊട്ട് അവന്റെ കാഴ്ച പൂർണ്ണ. അപ്പൊ വ്യത്യസ്തമായിരിക്കുന്ന ആളുകൾക്ക് ഈ രാജാവ് വ്യത്യസ്തമായ വിധത്തിലാണ് അത്ഭുതം. അടുത്തായിട്ട് യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നു. അത് രാജകീയ പ്രവേശനമായിരുന്നു യേശുവിന്റെ, അല്ലേ? ഹോസന്ന എന്ന് പറഞ്ഞുകൊണ്ട് സകലരും ആ യേശുവിന്റെ ആ വരവൊന്ന് നിങ്ങൾ നോക്കിയേ. അപ്പൊ യേശു ആ യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നത് ഒരു
രാജകീയമായിരിക്കുന്ന ഒരു പ്രവേശമാണ്. അവൻ പ്രവേശിക്കുമ്പോൾ ആ ലോകം മുഴുവൻ, അവിടെയുള്ള സകല ആളുകളും യേശുവിന്റെ പുറകെ അവനോട് ഒന്നിച്ച് ദേവാലയത്തില് കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹോശന്ന എന്ന ആർത്തുകൊണ്ട് വരികയാണ്. പ്രവചന പുസ്തകത്തിൽ പറയുന്ന നിവർത്തിക്കുകയാണ്, സിയോൻ പുത്രിയെ, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും കഴുതക്കുട്ടിയുടെ പുറത്തും വാഹനമേറി നിന്നിലേക്ക് വരികയാണ്. അപ്പൊ രാജാവിന്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനം നമ്മൾ കാണാണ്. യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നു എന്ന് മാത്രമല്ല, രാജാവ് തന്റെ അധികാരം ഉപയോഗിച്ച് ദൈവാലയത്തെ ശുദ്ധീകരിക്കുന്നു. അല്ലേ? വെറുതെ ആർക്കെങ്കിലും ദൈവാലയത്തെ ശുദ്ധീകരിക്കാനായിട്ട് പറ്റും? യേശുക്രിസ്തു ദൈവാലയത്തിലേക്ക് കടന്നു ചെന്ന് വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും പൊൻവാണിപ്പുകാരുടെ മേശകളെ മറിച്ചിടുന്നു, അവിടെ ശുദ്ധീകരിക്കുന്നു. അവരെല്ലാം എൻ്റെ ആലയം പ്രാർത്ഥനാലയം, നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി എന്ന് പറഞ്ഞ് അവിടെ ശുദ്ധീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. സാധാരണ ആർക്കും അത് ശുദ്ധീകരിക്കാനായിട്ട് എങ്ങനെ വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും അവിടെ നിന്ന് പുറത്താക്കാനായിട്ട് വരുന്നത്? അവിടെ ദൈവാലയത്തിൽ യാഗങ്ങൾ നടക്കണം. യാഗങ്ങൾ നടക്കണമെങ്കിൽ യാഗമൃഗങ്ങളെ കൊണ്ടുവരണം. യാഗമൃഗങ്ങളെ കൊണ്ടുവരുമ്പോ എങ്ങനെയാണ്? ഊനമില്ല എന്ന് ആ പുരോഹിതന്മാർ, ദേവാലയത്തിൽ പുരോഹിതന്മാർ സർട്ടിഫൈ ചെയ്യണം. ഇന്ന് യാഗങ്ങളെല്ലാം ചില കച്ചവട സ്ഥാപനങ്ങളും താല്പര്യങ്ങളുമായി കഴിഞ്ഞു. അതുകൊണ്ട് യെരുശലേം ദേവാലയത്തിലേക്ക് ഒരു യാഗമൃഗത്തെ കൊണ്ടുവരികയാണെങ്കിൽ എത്രയോ ദൂരത്തുനിന്ന് കൊണ്ടുവരണം. കൊണ്ടുവരുന്ന സമയത്ത് അവർ കൊണ്ടുവരുമ്പോൾ എല്ലാവർക്കും അറിയാം, ഇദ്ദേഹം ഏതോ പാപപരിഹാരത്തിനായിട്ട്, യാഗത്തിനായിട്ട് ദേവാലയത്തിലേക്ക് കടന്നു പോവുകയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ മനസ്സിലാക്കുന്ന ആ വ്യക്തി ഇന്നിപ്പോ അവർക്ക് ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ യാഗമൃഗത്തെ കൊണ്ടുവരാനൊന്നും അവർക്ക് എളുപ്പമല്ല. അതുകൊണ്ട് അവർ കയ്യും വീശി ദേവാലയത്തിലേക്ക് വരികയും, ഇന്ന് അവർക്ക് എന്ത് ചെയ്യാം? ഈ പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഒരു മൃഗത്തെ, അവർ സർട്ടിഫൈ ചെയ്ത ഒരു മൃഗത്തെ അവിടെ നിന്ന് വാങ്ങിക്കാം. അതാണ് ദൈവിക പ്രമാണം. അല്ല, യാഗം ചെയ്യാൻ വരുന്ന ആൾ കൊണ്ടുവരുന്നതാണ്. പക്ഷെ ഇന്ന് ദൈവാലയത്തിൽ കച്ചവടം നടക്കുകയാണ്. അപ്പോ അതുമല്ല, ഇനിയിപ്പോ ആരെങ്കിലും ദൈവാലയത്തിലേക്ക് യാഗമൃഗത്തെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സർട്ടിഫൈ ചെയ്യുന്ന പുരോഹിതൻ പറയും, ഓ ഇതിന് ഊനുണ്ട്, അതുകൊണ്ട് ഇതിനെ ഇനി യാഗം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? ആ യാഗമൃഗത്തെ മാറ്റി നിർത്തണം. ഈ കൊണ്ടുവന്ന ആൾക്ക് ഇത്രയും ദൂരം എഫ്രൈം മലനാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞ എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അതിനവിടെ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുകയും അവിടെയുള്ള പുരോഹിത വർഗം അതിന് തുച്ഛമായ കൂലിക്ക് അത് വാങ്ങും. തുച്ഛമായ കൂലിക്ക് അവർ വാങ്ങി ദേവാലയത്തിന് സമീപം അവർ സൂക്ഷിച്ച് യാഗം കഴിക്കാൻ വരുന്ന ഒരു എന്താ പറയാ, ഉപേക്ഷിക്കപ്പെട്ട, നിരസിക്കപ്പെട്ട യാഗവുമായിട്ട് വന്നിട്ടുള്ള ഒരാൾക്ക് യാഗം കഴിക്കേണ്ടതെന്ന് ചോദിക്കും. അവർ പറയും, ഞങ്ങൾ യാഗം കഴിക്കാൻ വന്നതാണ്. അന്നൊരു കാര്യം ചെയ്യേ, അതിന്റെ ഇരട്ടി വിലക്ക്, പകുതി വിലക്ക് മേടിച്ച സാധനത്തിന് ഇരട്ടി വിലക്ക് വിൽക്കും. നാണയം, എല്ലാ നാണയവും അവിടെ എടുക്കില്ല, കറൻസി അവിടെ എടുക്കില്ല. ദേവാലയ കമ്മട്ടത്തിലെ കറൻസി മാത്രമേ അവർ എടുക്കുള്ളൂ. അതുകൊണ്ട് അവര് ഏത് യഹൂദന്മാർ ചിതറിപ്പാർത്ത ദേശങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ആളുകളൊക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ പൈസ, അതാത് രാജ്യത്തെ കറൻസി, റോമ കറൻസി, ഈ യഹൂദന്മാരുടെ ദേവാലയത്തിലെ നാണയമായിട്ട് മാറ്റണം. അതിന്റെ നാണയപീഠങ്ങൾ ഉണ്ട് അവിടെ. അവര് നിശ്ചയിക്കുന്ന എക്സ്ചേഞ്ച് റേറ്റാ കൊടുക്കുക. അപ്പോ ദൈവാലയത്തിൽ ആരാധന എന്ന് പറയുന്നത് എന്തായി മാറി? കച്ചവടമായി മാറി. ഇന്ന് പലപ്പോഴും ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു വാക്ക് പറഞ്ഞു, ഇന്ന് പല ആരാധനകളും, പല മീറ്റിങ്ങുകളും, അല്ലെങ്കിൽ പല ഉത്സവങ്ങളും, പല പെരുന്നാളുകളും ഇതുപോലെ കച്ചവടം മാത്രമായി മാറിയിരിക്കുകയാണ്. രാജാവായിരിക്കുന്ന കർത്താവിന് പ്രസാദമല്ലാത്ത വിധം നടക്കുന്ന ആത്മീയ ശുശ്രൂഷകളെല്ലാം ദേവാലയത്തിൽ നടക്കുമ്പോൾ രാജാവായിരിക്കുന്ന കർത്താവ് ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നതായിട്ട് കാണുന്നു. അടുത്ത അത്തിയെ ശപിക്കുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവൻ യാത്രയിൽ അത്തിയിൽ നോക്കുമ്പോൾ അതിൽ ഇലയല്ലാതെ ഫലമൊന്നും കാണുന്നില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. യേശു അത്തിയെ ശപിച്ചു. അവര് പറഞ്ഞു, അയ്യോ ഇത് അത്തി ഉണങ്ങിപ്പോയല്ലോ. അതെന്താ അങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോ പറയണം, നിങ്ങൾക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചതാണ്. ഫലകരമല്ലാത്ത ജീവിതം നയിക്കുന്ന എല്ലാവരും നശിച്ചു പോകും. യേശു അത് സകലത്തിലും രാജാവാണ്. പ്രകൃതി ശക്തികളിന്മേൽ താൻ രാജാവാണ്. വ്യക്തി ജീവിതങ്ങളിന്മേൽ രാജാവാണ്. ദൈവാലയത്തിൽ രാജാവാണ്. സകലത്തെയും വഹിക്കുന്നവനാണെന്ന് അവിടെ പറയാണ്. യഹൂദ നേതാക്കന്മാരുടെ ചോദ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അടുത്തത് പരീശന്മാരുടെ നിരാകരണം.
അവർ പരീശന്മാരുടെ പ്രവൃത്തികളെ നിങ്ങൾ പരീശന്മാര് പറയുന്നത് നിങ്ങൾ പ്രമാണിപ്പിൻ. യേശു പറയാണ്, രാജാതി രാജാവ് പറയണം, പരീശന്മാര് പറയുന്നത് നിങ്ങൾ പ്രമാണിപ്പിൻ, പക്ഷെ എന്ത് ചെയ്യരുത്, അവരുടെ പ്രവൃത്തികളെ പോലെ അല്ലാതാനും. അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. യേശുവിനെ രാജാതി രാജാവ് പറയണം, രാജാവിന്റെ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുവിൻ, രാജാവിന്റെ നിയമങ്ങൾ പാലിക്കുവിൻ, പരീശന്മാരെ പോലെ അല്ല അത് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് വേണ്ടത് യേശുവിന്റെ ഒലുമല പ്രഭാഷണം. രാജാവ് പറയാണ്, ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്ന് നിന്റെ വരവിനും ലോകാവസാനത്തിനുമുള്ള അടയാളങ്ങൾ എന്താണെന്ന് ചോദിക്കുകയാണ്. ഒലുമല പ്രഭാഷണത്തിൽ ചോദിക്കുകയാണ്. യേശു പറയാണ്, തന്റെ വരവിന് മുന്നോടിയായിട്ട് രാജാതി രാജാവായി ഞാൻ ഇനി വരും, അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പറയാണ്. ആ ലക്ഷണങ്ങളെല്ലാം ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. മത്തായി 24 അധ്യായത്തിൽ പറയുന്നുണ്ട്. എല്ലാ ലക്ഷണങ്ങളും ഇന്ന് നമ്മുടെ മുന്നിൽ നിറവേറിക്കൊണ്ട് ജാതി ജാതിയോട് എതിർക്കും, ഭൂകമ്പങ്ങളും യുദ്ധങ്ങളും ഉണ്ടാകും, കള്ളക്രിസ്തുക്കൾ എഴുന്നേൽക്കും, ആകാശത്തിൽ ലക്ഷണങ്ങൾ ഉണ്ടാകും, ജാതി ജാതിയോട് രാജ്യം രാജ്യത്തോടും എതിർക്കും. ഇതെല്ലാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആകാശത്തിന്റെ ശക്തികൾ ഇളകും. അത് നമുക്കൊരു വിഷയമായിട്ട് തന്നെ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള രാജാതി രാജാവിന്റെ എഴുന്നള്ള അവൻ ആകാശമേഘങ്ങളിൽ വരാനായിട്ടുള്ള സമയമായി. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാര്യം ഉറപ്പാക്കാം, രാജാവിന്റെ കൽപ്പന അത് അങ്ങനെ തന്നെ സംഭവിക്കും. രാജാവ് ഒരു വാക്ക് ഒരു പറയില്ല. രാജാവ് വാക്ക് പറഞ്ഞാൽ മാറില്ല, അവനത് നിവർത്തിക്കും. വരും എന്ന് പറഞ്ഞാൽ കർത്താവ് വരും. അതിനുവേണ്ടി ഒരുങ്ങാന്ന് പറയാനുള്ളത് മാത്രമേ നമുക്കുള്ളൂ. അടുത്തതായിട്ട് രാജാവിന്റെ മരണവും ഉയർത്തെഴുന്നേൽക്കും. ക്രൂശിലേക്കുള്ള സംഭവവികാസങ്ങൾ യേശു ക്രിസ്തുവിനെ വിസ്തരിക്കുന്നത് പുരോഹിതന്മാരും ഗവർണർമാരും എല്ലാം വിസ്തരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അവിടെ പറയുന്നത്, നീ ദൈവത്തിനായ ക്രിസ്തു ആണോ? അതാണ് ഒരു ചോദ്യം. നീ രാജാവാണെന്ന് അവകാശപ്പെടുന്നു. അവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് നേരെ യേശുവിന്റെ വെല്ലുവിളി ആയിട്ട് അവര് ഭയപ്പെടുന്നത് എന്താണ്? ഇവൻ രാജാവായിട്ട് വരികയാണ്, അല്ലെ? നമുക്ക് കാണാനായിട്ട് കഴിയും. 27 അധ്യായത്തിന്റെ 37 വാക്യത്തിൽ പറയുന്നുണ്ട്, യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന മേലെഴുത്ത് അവന്റെ ക്രൂസിന്റെ മുകളിൽ എബ്രായ, യവന, റോമ ഭാഷകളിൽ എഴുതി വെച്ചു. അവിടെ യേശുവിനെ കുറിച്ചുള്ള കുറ്റസംഗതി എഴുതി വെക്കുകയാണ്. അവൻ യഹൂദന്മാരുടെ രാജാവാണെന്ന് പറഞ്ഞു. അപ്പോ ആൾക്കാരെല്ലാവരും വന്നിട്ട് പീലാത്തോസിനോട് പറയാണ്, അങ്ങനെയല്ല എഴുതണ്ടായിരുന്നേ, അവൻ യഹൂദന്മാരുടെ രാജാവെന്ന് അവകാശപ്പെട്ടു എന്ന് അവന്റെ കുറ്റസംഗതിയായിട്ട് എഴുതണം. അല്ലാണ്ട് അതിപ്പോ അവന് തലയ്ക്ക് മീത് എഴുതി വെച്ചപ്പോ, ക്രൂശിൽ എഴുതി വെച്ചപ്പോ ഇപ്പൊ കാണുന്നവരും പോകുന്നവരും വായിക്കുമ്പോ എന്തായി? ഇത് യഹൂദന്മാരുടെ രാജാവിനെ ക്രൂശിച്ചു എന്നാ വിചാരിക്കുന്നത്. സത്യമാണ്. നമ്മൾ പറഞ്ഞു മത്തായി എഴുതിയ സുവിശേഷം തുടങ്ങുമ്പോ എന്താ പറഞ്ഞത്? നീ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ച്. ഇപ്പൊ മത്തായി എഴുതിയ സുവിശേഷം അവസാനത്തിൽ പറയാണ്, 27 അധ്യായം 37 യേശു യഹൂദന്മാരുടെ രാജാവ്. അവരോട് ഉറപ്പിച്ച് പറയാണ്, ജനനം മുതൽ യേശു ജനനത്തിൽ രാജാവായിരുന്നു, യേശു ജീവിതത്തിൽ രാജാവായിരുന്നു. യേശുവിനോട് പറയാണ്, നീ രാജാവ് തന്നെയോ? യേശു പറയുന്നു, ഞാൻ രാജാവ് തന്നെയാണ്. എന്റെ രാജ്യം ഐഹികമല്ല. ഐഹികമായിരുന്നെങ്കിൽ യേശു പറയാണ്, എന്റെ സേവകർ അതിനു വേണ്ടി പോരാടുമായിരുന്നു. യേശുവിന്റെ രാജ്യം നിത്യരാജ്യം, സ്വർഗീയ രാജ്യം ഈ ലോകത്തിൽ സ്ഥാപിക്കുകയല്ല. അത് സ്വർഗീയമായിരിക്കുന്ന നിത്യരാജ്യമാണ്. അത് ഐഹികമായിരിക്കുന്ന രാജ്യമല്ല. അത് ആയുധങ്ങൾ കൊണ്ടല്ല ലോകം കീഴടക്കിയത്, അത് സ്നേഹം കൊണ്ടാണ് കീഴടക്കിയത്. അത് യുദ്ധങ്ങൾ കൊണ്ടല്ല കീഴടക്കിയത്, അത് കാൽവരി ക്രൂസിലെ മരണം കൊണ്ടാണ് ഈ ലോകത്തെ നേടുവാനായിട്ടിടയായി തീർന്നത്. രാജാവിന്റെ അവതരണം, ലോകം കാത്തിരുന്ന രാജാവ് എത്രമാത്രം വ്യത്യസ്തനായിട്ടാണ് അവര് മുന്നിൽ അവതരിച്ചത്. അതുകൊണ്ട് യഹൂദന്മാർക്ക് അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിച്ചു. അവർക്ക് മനസ്സിലായില്ല. ഇന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? യേശു യഹൂദന്മാരുടെ രാജാവാണെന്ന് മത്തായി എഴുതിയ സുവിശേഷത്തിൽ, സിനോപ്റ്റിക് ഗോസ്പലില് ഇത് വളരെ ഇനി നമ്മൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കണം. രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശുവിനെ അവതരിപ്പിക്കുകയാണ്. ഓരോ വാക്യങ്ങളിലും അതിന് രാജകീയ മുദ്രണം ചാർത്തിയിട്ടാണ്. നാം അത്രയേറെ വില കൊടുത്ത് വായിക്കണം. രാജ്യകൽപ്പന പോലെ നമ്മൾ വായിക്കണം.
ഭരണഘടന പോലെ ശക്തമാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയ പ്രവർത്തകർ വരെ ആ ഒരു ഭരണഘടന എടുത്തുകൊണ്ട് പ്രസംഗിക്കുന്നതും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും നമുക്കറിയാം. നമുക്ക് നമ്മുടെ ദൈവവചനം ഉയർത്തിക്കൊണ്ട് പറയാൻ കഴിയണം, ഇത് ഞങ്ങളുടെ ഭരണഘടനയാണ്, ലോകത്തിന്റെ നിയമങ്ങളല്ല. ലോകത്തിന്റെ നിയമങ്ങൾ പലതും പറയും. ലോകത്തിന്റെ നിയമങ്ങൾ അഴിച്ചു കളയാം, ലോകത്തിന്റെ നിയമങ്ങളിൽ വെള്ളം ചേർക്കാം, ലോകത്തിന്റെ നിയമങ്ങളിൽ ആളുകൾക്ക് വാദിച്ചു ജയിക്കാം. പക്ഷെ ഈ രാജാവിന്റെ കൽപ്പനകൾക്ക് ആർക്കും ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. പീലാത്തോസിന്റെ മുന്നിലുള്ള രാജാവിന്റെ വിസ്താരം നമുക്കറിയാം. രാജാവിന്റെ അടക്കവും ക്രൂശീകരണവും അടക്കവും. യേശു മരണത്തിൽ രാജാവായിരുന്നു. ക്രൂശിക്കപ്പെടുമ്പോൾ അവൻ എവിടെയെങ്കിലല്ല, രണ്ട് കള്ളന്മാരുടെ നടുവിലായിരുന്നു യേശു, അല്ലേ? അവൻ അവിടെയും പ്രാമുഖ്യമുണ്ട്. അടക്കം ചെയ്യപ്പെടുന്ന നോക്കിയേ, അരിമത്യക്കാരനായ യോസഫ് എന്ന മന്ത്രിയുടെ കല്ലറയിൽ രാജകീയമായി യേശു അടക്കം ചെയ്യപ്പെട്ടു. യേശു ഉപയോഗിക്കുന്നതെല്ലാം പറയാം. അവൻ കടം വാങ്ങിയ പുൽത്തൊഴുത്തിൽ കിടന്നു, കടം വാങ്ങിയ കഴുതയുടെ മുകളിൽ യാത്ര ചെയ്തു, കടം വാങ്ങിയ പടകിൽ യേശു നിന്നുകൊണ്ട് പ്രസംഗിച്ചു. ഇതാ അവിടെ പറഞ്ഞ് മറ്റാർക്കോ വേണ്ടി ഉണ്ടാക്കിയ കുരിശ്. അരിമത്യക്കാരൻ യോസഫിന് വേണ്ടി വെട്ടി ഉണ്ടാക്കിയ കല്ലറ. യോസഫിനോട് ഞാൻ ഭാവനയിൽ ചോദിക്കുകയാണ്, യോസഫിനോട്, യോസഫേ, എനിക്ക് നിന്റെ കല്ലറ വേണം, എനിക്ക് അടക്കം ചെയ്യപ്പെടണം. വഴിയരികിൽ കിടക്കുന്നവനായോ ക്രൂശിൽ നിന്ന് ബെൻഹിന്നം താഴ്വരയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മൃതദേഹമായോ മാറാനായിട്ടല്ല, അവന് രാജാക്കന്മാരുടെ അടക്കം കൊടുത്തു. ആ സഹോദരിമാർ കടന്നു വന്ന് അവന്റെ ശരീരം ശീലയിൽ പൊതിഞ്ഞ് സുഗന്ധദ്രവ്യങ്ങൾ പൂശി ആ കല്ലറയിൽ, രാജകീയമായി കല്ലറയിൽ അടക്കം ചെയ്യുകയാണ്. ഓ, എത്ര മനോഹരമായിരിക്കുന്ന ഒരു ജീവിതമാണ് യേശുവിൻ്റെത്. ജന്നത്തിൽ രാജകുമാരനെ പോലെ ജനിച്ച് വിദ്വാൻമാർ പൊന്നെ മൂരെ കുന്തിരുക്കം കാഴ്ചവെക്കുന്നു. മരണസമയത്തും അവന്റെ ശരീരം സുഗന്ധവർഗത്തിൽ പൊതിഞ്ഞ്, ആ ശീലയിൽ പൊതിഞ്ഞ്, ആ രാജാവിന്റെ മന്ത്രിയുടെ, അരിമത്യക്കാരൻ യോസഫ് മന്ത്രിയായിരുന്നു, അവന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. അപ്പോ ഇങ്ങനെ ചിന്തിക്കാം, ഓ, ഞാൻ എനിക്ക് വേണ്ടി രാജകീയമായി എന്റെ ശവസംസ്കാരത്തിന് വേണ്ടി ഒരുക്കിയ കല്ലറ യേശു ആവശ്യപ്പെട്ടു, ഞാൻ അതും കൊടുക്കുകയാണ്. എന്റെ ജീവിതത്തിന്റെ കല്ലറ ഞാൻ യേശുവിന് പകർന്നു കൊടുക്കുകയാണ്. അപ്പൊ യേശു ഇങ്ങനെ ചെയ്യുന്ന, യോസഫ്, എനിക്കൊന്നും സ്വന്തമായിട്ട് വേണ്ട, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് നിന്റെ കല്ലറ നിനക്ക് തന്നെ ഞാൻ ഒഴിച്ചു തരികയാണ്. രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ദരിദ്രനായ അരക്കാശിന് ഇങ്ങനെ വേണ്ട, അരക്കാശിന് മുതലില്ലാതെ തലചായ്പാൻ ഇടയുമില്ലാതെ അവൻ ജീവിച്ചു. യോസേഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ടു. പക്ഷേ അവിടെ കൊണ്ട് ലോകം അവൻ അവസാനിപ്പിക്കാനായിട്ട് പറ്റിയില്ല. 3-ാം നാൾ രാജാതി രാജാവ് ഉദ്ധിതനായി ഉയർത്തെഴുന്നേറ്റു. എത്ര അത്ഭുതകരമായിരിക്കുന്ന കാര്യമാണ് യേശുവിന്റെ ഉയർപ്പ് എന്ന് പറയാൻ. രാജകീയമായിരിക്കുന്ന ഒരു ഉയർപ്പ്. ലോകം മുഴുവൻ മരിച്ചു എന്ന് വിധി എഴുതിയ സ്ഥാനത്ത് യേശു രാജാതി രാജാവായി ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടിടയായിട്ടുണ്ട്. മത്തായി 28 1 മുതൽ 15 വരെയുള്ള ഭാഗങ്ങളിൽ അത് നമ്മൾ കാണുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് രാജാവിന്റെ അന്ത്യ നിയോഗം. അതിന്റെ 28-ാം അധ്യായത്തിന്റെ 16 മുതൽ 20 വരെയുള്ള ഭാഗങ്ങൾ. അന്ത്യ നിയോഗം എന്താണ്? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെ പ്രമാണിക്കുവാൻ തക്കവണ്ണം സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളി. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. രാജാവിന്റെ അന്ത്യ നിയോഗം, ഗ്രേറ്റ് കമ്മീഷൻ ഓഫ് ദ കിങ്. രാജാവ് ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ ഒരു ദൗത്യം കൊടുക്കുന്നുണ്ട്. യേശു രാജാവായി ജനിച്ചു, രാജാവായി ജീവിച്ചു, രാജാവായി മരിച്ചു, രാജാവായി അടക്കം ചെയ്യപ്പെട്ടു, രാജാവായി ഉയർത്തെഴുന്നേറ്റു.
ഇനി രാജാവിന് പറയാനായിട്ടുള്ള ഒരു കാര്യമാണ്, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ച് അടക്കപ്പെട്ട യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. ആ സുവിശേഷം നിങ്ങൾ സർവ്വലോകത്തിന് പോയി അറിയിക്കണം. പറയാണ് അതിന് 19-ാം വാക്യം, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. അതിന് മുന്നൊരു കാര്യം പറയണം, യേശു അടുത്തു വന്ന്, സ്വർഗത്തിനും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. all authority in heaven and on earth has been given to me. സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. രാജാവ് വെറുതെ പറയല്ല, നമ്മളെ സുവിശേഷീകരണത്തിനായിട്ട് അയക്കുമ്പോൾ, വചന പഠിപ്പിക്കാനായി നമ്മളെ അയക്കുമ്പോൾ, ശിഷ്യന്മാരെ ഉളവാക്കുവാൻ പറഞ്ഞയക്കുമ്പോൾ, സഭകൾ സ്ഥാപിക്കുവാൻ പറഞ്ഞയക്കുമ്പോൾ, രാജ്യങ്ങളിലേക്കും ദേശങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും നമ്മെ പറഞ്ഞയക്കുമ്പോൾ, രാജാവ് വെറുതെയായി നമ്മെ പറഞ്ഞയക്കുകയല്ല. അതിന്റെ അതോറിറ്റി നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ്. സ്വർഗത്തിനും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും യേശുവിന് നൽകപ്പെട്ടിരിക്കുന്നു. ആ അധികാരത്തോടെയാണ് നമ്മളെ കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം? Go and spell the gospel. നിങ്ങൾ മറ്റുള്ളവരോട് അറിയിക്കണം, ഈ കാര്യങ്ങൾ അറിയിക്കണം. അടുത്ത കാര്യമാണത് make them disciples. നമ്മൾ ഈ ബൈബിൾ പഠനത്തിന്റെ ഒക്കെ മിഷണറി ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്? ആ ട്രെയിനിങ്ങിന്റെ അർത്ഥം നമ്മൾ ശിഷ്യന്മാരെ ഉണ്ടാക്കാനായിട്ടാണ്. ദൈവനെ പഠിപ്പിക്കുമ്പോൾ മറ്റുള്ളവരെ യേശുവിന്റെ ശിഷ്യന്മാരാക്കാനായിട്ട് നമ്മൾ പഠിപ്പിക്കുക. ആദ്യം അവരെ ശിഷ്യരാക്കുവിൻ. പൂർണ്ണതയിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് ശിഷ്യത്വത്തിലേക്കുള്ള ആഹ്വാനമാണ് യേശു കൊടുത്തത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിക്കും. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘു. എന്നോട് ചേർന്ന് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ആശ്വാസം കണ്ടെത്താനായിട്ട് ഒരു പരിശീലന പരിപാടിയുണ്ട്. യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ അവന്റെ വചനം പഠിക്കുക. ആദ്യം നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക, അവനിൽ നിന്ന് ഉത്തരം കണ്ടെത്തുക, അന്വേഷിക്കുക, അത് മറ്റുള്ളവരിലേക്ക് ശേഖരിച്ച് അവരിലേക്ക് അത് എത്തിക്കുക. അതാണ് ഗ്രേറ്റ് കമ്മീഷൻ. കമ്മീഷനിൽ പറയുന്നത് എന്തൊക്കെയാണ്? ഏതെങ്കിലും 1-2 കാര്യങ്ങൾ പറയാനുള്ള, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. എന്താണ് ദൈവവചനത്തില് നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യം? കർത്താവ് എന്തൊക്കെ പഠിപ്പിച്ചോ അതൊക്കെ നമ്മുടെ സിലബസിലുണ്ട്. അല്ലാണ്ട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളല്ല, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല, എലക്റ്റീവ് അല്ല, ഐച്ഛികമായി ഏതെങ്കിലും ഒരു വിഷയം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കർത്താവ് തിരുവായി മൊഴിഞ്ഞ് എന്തെല്ലാം കൽപ്പിച്ചിരിക്കുന്നുവോ, ദൈവവചനത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ സന്ദേശമായി എന്തെല്ലാം അടങ്ങിയിരിക്കുന്നോ അതെല്ലാം നമ്മൾ പഠിപ്പിക്കാൻ ബാധ്യസ്ഥൻ. നമ്മളൊരു തുടക്കം വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് ചെറിയൊരു ഉത്തരവാദിത്തമല്ല, അത് രാജാവിന്റെ കൽപ്പനയാണ്. നമുക്കറിയാം, നമ്മുടെ അവസാനം നമ്മുടെ മാതാപിതാക്കൾ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും അവരുടെ ആദ്യ നിമിഷങ്ങളിൽ പറഞ്ഞ കൽപ്പനകൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. നമ്മൾ എന്ത് വില കൊടുത്തും അതിനെ പാലിക്കും. ഇതുപോലെ യേശു തന്റെ അന്ത്യകൽപ്പന, ദ ലാസ്റ്റ് കമ്മീഷൻ, അവസാനമായിട്ട് നമ്മളോട് പറയാണ്, ഈ നാം പുറപ്പെട്ട് സുവിശേഷം അറിയിച്ച് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളി. ഇന്ന് വളരെ പ്രതിസന്ധിയുള്ള ഒരു കാലഘട്ടമാണല്ലേ സുവിശേഷീകരണം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഛത്തീസ്ഗഡിലെല്ലാം കഴിഞ്ഞ ദിവസം, നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച അതിനെതിരെ നമ്മൾ ഒന്നിച്ച് സംഘടിച്ച് പ്രാർത്ഥിക്കാനൊക്കെ ആഗ്രഹിച്ചതായിരുന്നു. അതൊരു കുറ്റമായി ഭരണഘടന നമുക്ക് നൽകുന്ന എല്ലാ അധികാരങ്ങളും, ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണ് തോന്നുന്നത്. അവിടെ വന്നിട്ട് ഒരു മിഷണറി സുവിശേഷം അറിയിക്കുകയാണ്. സുവിശേഷം അറിയിക്കുമ്പോൾ രാജാവും ഇത് കേട്ടു. രാജാവ് കേട്ടപ്പോ തന്റെ ഭൃത്യന്മാരെ പറഞ്ഞയച്ചിട്ട് ചോദിച്ചു, എന്ത് കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ സുവിശേഷം അറിയിക്കുന്നത്? ആ സുവിശേഷം അറിയിക്കുന്ന മിഷണറി ഉപദേശി വളരെ ധൈര്യത്തോടു കൂടെ തോന്നി, ഞാൻ രാജാവിന്റെ കൽപ്പന പ്രകാരമാണ് ഇവിടെ സുവിശേഷം അറിയിക്കുന്നത്.
അപ്പൊ അവർക്ക് പേടിയായി, ഇനി ബ്രിട്ടീഷുകാരുടെ വൈസ്രോയുടെ വല്ല കത്തും കൊണ്ടായിരിക്കും അദ്ദേഹം സുവിശേഷം അറിയിക്കുന്നതെന്ന് വെച്ചിട്ട് ഒന്നും പറയാതെ മടങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു രേഖ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു രേഖ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ഗ്രേറ്റ് കമ്മീഷൻ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ഭൂമിയിലൊക്കെയും പോയി സകല ജാതികളോടും സുവിശേഷം അറിയിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കുവാൻ തക്കോണം സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. രാജാവിന്റെ എന്ത് നല്ല ഉറപ്പാണ്! രാജാവിന്റെ കമ്മീഷൻ നമുക്കുണ്ട്. വി ആർ കമ്മീഷൻഡ് ഓഫീസേഴ്സ് ഓഫ് ഗോസ്പൽ. സുവിശേഷത്തിന്റെ നിയമിക്കപ്പെട്ട രാജാവ് നിയമിച്ചിരിക്കുന്ന ആളാണ്. നമ്മള് നിസ്സാരക്കാരൊന്നുമല്ല. അപ്പൊ നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം പുതിയൊരു കാഴ്ചപ്പാടിലൂടെ, പുതിയൊരു അവതരണത്തിലൂടെ നമ്മൾ ഇന്ന് കാണണം. നമ്മളെല്ലാം വായിക്കുന്ന പോലെ ഒരുമിച്ച് പോവല്ല. രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശുവിന്റെ സുവിശേഷം എന്നുള്ള രീതിയിൽ നമുക്കത് വായിക്കാനായിട്ട് കഴിയണം. മത്തായി സുവിശേഷം ഇപ്പൊ നമ്മള് കേട്ടില്ലേ, എല്ലാ ഭാഗത്തു കൂടെയും പോയില്ലേ, വളരെ വേഗത്തിലാണ് നമ്മളിന്ന് കടന്നു പോയത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് ഇപ്പൊ ചോദിക്കാം, എന്നിട്ട് നമുക്ക് മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് പ്രവേശിക്കാം. ചോദ്യങ്ങളുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുന്നു. 4 സുവിശേഷങ്ങളിലെ ഏറ്റവും ചെറിയ ഒരു സുവിശേഷമാണ്. പുതിയ നിയമത്തിന്റെ 2ാമത്തെ പുസ്തകമാണ്. മർക്കോസ് നേരിട്ട് യേശുവിന്റെ ശിഷ്യനായിരുന്നില്ല. ആദിമകാലത്ത് ശിഷ്യന്മാർ കൂടി വന്നിരുന്നത് ഈ മർക്കോസിന്റെ മാളിക മുറിയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്, അല്ലേ? പ്രധാനപ്പെട്ട പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച വലിയൊരു ഭവനമായിരുന്നു മർക്കോസിന്റെ ഭവനം. യെരുശലേമിൽ അവർക്കൊരു വീടുണ്ടായിരുന്നു. പറയാ, യേശു അന്ത്യ അത്താഴം ഒരുക്കാനായിട്ട് കടന്നു പോകുന്ന കാര്യം നമുക്കറിയാം. ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയാണ്. നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്കെതിരായിട്ട് ഒരു വെള്ളം കുടം ചുമന്ന ഒരു മനുഷ്യൻ പോകുന്ന നിങ്ങൾ കാണും. അവന്റെ പുറകെ ചെല്ലുവിൻ. ആ ഭവനത്തിൽ കടന്ന് ആ വീട്ടുടയവനോട് ചോദിക്കണം, ഞങ്ങളുടെ മശിഹായ്ക്ക് പെസഹ ഒരുക്കാനായിട്ട് സ്ഥലം കാണിച്ചു. അവൻ നിങ്ങൾക്ക് സ്ഥലം കാണിച്ചു തരും. ഇപ്പൊ പാരമ്പര്യങ്ങളിൽ പറയുന്നത് ആ വെള്ളം കുടവുമായിട്ട് ചുമന്നുപോയ ആളാണ് ഈ മർക്കോസ് എന്നാണ്. എത്ര അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ശുശ്രൂഷയായിരുന്നു അന്ന് ഈ യേശുവിന്റെ ശിഷ്യനായി തീരുന്നതിന് മുൻപ് മർക്കോസിന്റേതായിരുന്നത്. അമ്മയുടെ പേര് മറിയ എന്നാണ് പറയുന്നത്. അപ്പോ മർക്കോസിന്റെ അന്നത്തെ ശുശ്രൂഷ എന്തായിരുന്നു? വെള്ളം കൊണ്ടുപോകലായിരുന്നു വീട്ടിലേക്ക്. ആ വിരുന്നശാല ഒരുക്കി ഇടുന്നത് അവന്റെ ജോലിയായിരുന്നു. അവൻ അതുവരെ ആരും അറിയില്ല. അവൻ വെള്ളം ചുമന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. കൃത്യസമയത്ത് യേശുവിന് ഭയങ്കര മുൻകാഴ്ചയായിരുന്നു. നിങ്ങൾ കടന്നു പോകുമ്പോൾ ഈ സമയത്ത് കൃത്യമായിട്ട് വെള്ളം ചുമക്കുന്ന ഒരാളെ കാണും, അവന്റെ പുറകെ പോയാൽ മതി. നമ്മളെ കുറിച്ച് ദൈവത്തിന് ഇത്രമാത്രം ഉറപ്പുണ്ടാവുമോ? നമ്മൾ ഏത് സമയത്ത് എവിടെയാവും? നമ്മുടെ ശീലങ്ങൾ എന്താണ്? നമ്മൾ കമ്മിറ്റ്മെന്റ് എന്താണ്? നമ്മൾ ഏറ്റെടുക്കുന്ന ശുശ്രൂഷകളിൽ നമ്മൾ വിശ്വസ്തരാണോ? അപ്പോ മർക്കോസിനെ കുറിച്ച് പറയുന്നത്, ആ ഭവനം ആദിമ സമയത്ത്, പ്രതികൂലങ്ങളുള്ള സമയത്ത് ശിഷ്യന്മാരെല്ലാം ഓടി കടന്നു വന്നുകൊണ്ടിരുന്നത് ഈ ഭവനത്തിലാണ്. യേശുവിന്റെ ക്രൂശിക്കലിന് ശേഷം എല്ലാവരും ചിതറിപ്പോയപ്പോൾ അവര് കടന്നു വന്ന് വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നത് ഈ മർക്കോസിന്റെ വീട്ടിലാണ്, ഈ മാളിക മുറിയിലാണെന്ന് പറയപ്പെടുന്നു. അന്നത്തെ ശിഷ്യന്മാരുമായുള്ള സഹവാസം, പ്രത്യേകിച്ച് പത്രോസുമായുള്ള സഹവാസത്തിലൂടെയാണ് യേശുവിന്റെ ചരിത്രം മുഴുവൻ മർക്കോസ് കേട്ട് വളരെ ക്വിക്കായിട്ട് 16 അധ്യായങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ടും വളരെ വേഗതയിലും വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടും എഴുതിയിട്ടുള്ള ഒരു സുവിശേഷമാണ് മർക്കോസിന്റെ സുവിശേഷം. മർക്കോസിന്റെ സ്വഭാവ രീതി നമ്മളിപ്പോ ഏകദേശം മനസ്സിലാക്കി. കാരണം അദ്ദേഹം ഏൽപ്പിച്ച ജോലി വളരെ കൃത്യമായി ചെയ്യുന്ന ഒരു ദാസനാണ്. ആ വീട്ടിലെ മകനാണെങ്കിൽ പോലും
വളരെ കൃത്യതയോടുകൂടെ ചെയ്യുന്ന ദാസനാണ്. അപ്പൊ മർക്കോസിന്റെ സുവിശേഷം എഴുതുന്നത് മർക്കോസിന്റെ സുവിശേഷം എഴുതുന്നത് റോമക്കാർക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ ഇപ്പൊ പറയാണ്. റോമക്കാർക്ക് വേണ്ടി എഴുതുമ്പോൾ റോമക്കാരുടെ സ്വഭാവം എങ്ങനെയാണ്? അനുസരണവും അച്ചടക്കവും പട്ടാള ജീവിതവും വൃതമാക്കിയവരാണ്. സമയത്തിന് വളരെ വ്യക്തമായ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. വളരെ ഡിസിപ്ലിൻഡ് ആണ്. വളരെ കൃത്യനിഷ്ഠയുള്ളവരാണ്. പഞ്ച്വാലിറ്റി ഉള്ളവരാണ്. അവർ സ്വന്തം കാര്യത്തെക്കാൾ അവര് സമൂഹത്തിന്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവരാണ്. അപ്പൊ ആ രീതിയിലുള്ള ജനത്തിന് വേണ്ടി ഈ ഒരു സുവിശേഷം എഴുതാനായിട്ട് ദൈവം തെരഞ്ഞെടുത്തത് എങ്ങനത്തെ ആളിനെയാണെന്നറിയോ? വളരെ പക്വതയോടും കൃത്യതയോടും വേഗതയോടും കാര്യക്ഷമതയോടും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ മർക്കോസിനെയാണ്. മർക്കോസ് എന്ന വാക്കിന്റെ അർത്ഥം ചുറ്റിക എന്നാണ്. ഹൃദയത്തിന്റെ അറകളെ തകർക്കുന്ന ചുറ്റിക എന്നോണം മർക്കോസിനെ ദൈവം ഉപയോഗിക്കാനായിട്ട് ഇടയായി തീർന്നു. യഹൂദ ഭാഷയിൽ യോഹന്നാൻ എന്നാണ് ആ പേരിന്റെ അർത്ഥം ദൈവകൃപ എന്നാണ്. അപ്പോ മർക്കോസ് ആയിരുന്നു മിസ്രയീമിലെ ആദ്യ സുവിശേഷൻ എന്ന് യോസീഫസ് പറയുന്നു. ബർന്നബാസിന്റെ കൂടെ സുവിശേഷ വേലയിലായിരുന്നു. പൗലോസിന്റെ കൂടെ കടന്നുപോയ സമയങ്ങളിൽ അമ്മയെക്കുറിച്ചുള്ള ആവലാതികൾ നിമിത്തം പല കാരണങ്ങളാലും പിന്മാറിപ്പോയ മർക്കോസിനെ നമുക്ക് കാണാം. പക്ഷെ പിന്നത്തേതിൽ ഏറ്റവും പ്രയോജനപ്പെടുന്ന മർക്കോസ് ഈ അപ്പോസ്തലന്മാരുടെ സഹവർത്തിത്വ നിമിത്തം അവരിൽ നിന്ന് ലഭിച്ച അറിവുകൾ ക്രോഡീകരിച്ച് എഴുതിയതാണ് സുവിശേഷം. നീറോ ചക്രവർത്തിയുടെ ഭരണത്തിന്റെ 8-ാം വർഷത്തിൽ AD 62 മിസ്രൈമിൽ വെച്ച് അവിടുത്തെ മിഷണറി ആയിട്ട് അലക്സാണ്ട്രിയയിൽ വെച്ച് മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം എഴുതിയ കാലവും സ്ഥലവും ഈ സുവിശേഷം ക്ലെമൻ യൂസിഫസ്, ജെറോം തുടങ്ങിയവർ ഈ സുവിശേഷം എഴുതി പ്രസിദ്ധപ്പെടുത്തി എന്നാണ് വിശ്വസിക്കുന്നത്. AD 64 അതിന്റെ കാലഘട്ടം. രക്തസാക്ഷിയായി 60കളുടെ ആരംഭത്തിൽ മർക്കോസ് പത്രോസിന്റെ സഹായിയായി റോമിൽ ആയിരുന്നപ്പോൾ ഈ സുവിശേഷം എഴുതിയെന്ന് വിശ്വസിക്കാം. ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഈ സുവിശേഷം എഴുതപ്പെട്ടിട്ടുണ്ട്. ആർക്ക് വേണ്ടി എഴുതി? ഞാൻ നേരത്തെ പറഞ്ഞു, റോമക്കാർക്ക് വേണ്ടി എഴുതി. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. റോമക്കാർക്ക് വേണ്ടി എഴുതി. റോമക്കാരുടെ സ്വഭാവവിശേഷി പ്രത്യേകതകളൊക്കെ ഞാൻ പറഞ്ഞു. അനുസരണം, അച്ചടക്കം, സൈനിക സേവനം, കൃത്യനിഷ്ഠ, ഇതിലൊക്കെ വളരെ പ്രാമുഖ്യം കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് യേശുവിന്റെ ജീവിതം നീട്ടിപ്പരത്തി എഴുതുന്നൊന്നുമില്ല. വളരെ വേഗത്തിൽ ക്യുക്കായിട്ട് അനുസരണയുള്ള ദാസനായിട്ട് യേശുവിനെ അവിടെ അവതരിപ്പിക്കുകയാണ്. നമ്മള് മത്തായിയുടെ സുവിശേഷത്തിൽ ഞാൻ ചോദിക്കുകയാണ്, യേശുവിനെ ആരായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? രാജാവായി അവതരിപ്പിച്ചത്. ഇവിടെ യേശുവിനെ മർക്കോസിന്റെ സുവിശേഷത്തിൽ ആരായിട്ടാണ് അവതരിപ്പിക്കുന്നത്? അനുസരണയുള്ള ദാസനായി അവതരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതില് യേശുവിന്റെ വംശാവലി ഒന്നും എഴുതിയിട്ടില്ല. റോമക്കാർക്ക് അതൊന്നും പ്രസക്തമല്ല. വംശാവലിയെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. പാരമ്പര്യങ്ങളെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അവർ പ്രവൃത്തിയിലെ വിശ്വസിക്കുകയാണ്. ഉപദേശങ്ങളെക്കാൾ യേശുവിന്റെ പ്രവൃത്തിക്കാണ് ഈ മർക്കോസിന്റെ സുവിശേഷത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. പ്രവൃത്തികൾ, എപ്പോഴും പ്രവർത്തന നിരതനായിരിക്കുന്ന യേശു, ഒരു അധ്യായത്തിന് മറ്റൊരു അധ്യായത്തിലേക്ക് വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന യേശു 16 അധ്യായം കൊണ്ട് തന്റെ സുവിശേഷം മുഴുവൻ അവതരിപ്പിക്കുകയാണ്. എഴുതാനുള്ള സാഹചര്യം, ആദിമ ശിഷ്യന്മാരിൽ പലരും കൊല്ലപ്പെടുകയും ചിതറിക്കപ്പെടുകയും ചെയ്തു. റോമ ചക്രവർത്തിയായ നീറോ കൈസർ സഭയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ യേശുവിന്റെ ഒരു ജീവചരിത്രം എത്രയും വേഗത്തിൽ എഴുതി സൂക്ഷിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷം എഴുതി. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്? അത് ഉപദേശങ്ങളെക്കാൾ പ്രവർത്തിക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ചെറിയ സുവിശേഷമാണെങ്കിലും മാനുഷികതയ്ക്ക് നൽകിയിരിക്കുന്ന വലിയ പരിഗണന നമുക്കതിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഗലീലയിലെ ശുശ്രൂഷ
കേന്ദ്രീകരിച്ചിട്ടാണ് 14 അധ്യായം വരെ പല ഭാഗങ്ങളിലും നമ്മൾ കാണുന്നത്. 10 മുതൽ 16 വരെയുള്ള ഭാഗങ്ങൾ യെരുശലേമിൽ യഹൂദിയിൽ സംഭവിച്ച കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിന്റെ ശുശ്രൂഷ മനോഭാവം പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ശിഷ്യന്റെ ത്യാഗവും ആവശ്യപ്പെടുന്നു. ശുശ്രൂഷ, മനുഷ്യപുത്രൻ ശുശ്രൂഷിപ്പാനല്ല, അനേകർക്ക് വേണ്ടി ശുശ്രൂഷ ഏൽപ്പാനല്ല, അനേകർക്ക് വേണ്ടി ശുശ്രൂഷിപ്പാനും തന്റെ ജീവനെ മറുവിലയായി കൊടുക്കാനാണ് വന്നിരിക്കുന്നത്. ദാസനായ യേശുവിനെ അവിടെ വെളിപ്പെടുത്തുക. ആ മർക്കോസിന്റെ സുവിശേഷത്തിലുള്ള ദാസ്യത്വത്തെ കുറിച്ചുള്ള ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്താൽ മതി. നമ്മുടെ നോട്ടിൽ അത് ഉണ്ട്. ഇനി അതിന്റെ അവസാനത്തെ ഒരു പ്രശ്നം പറയുന്നത് 16 അധ്യായത്തിന്റെ 8 വാക്യം വരെയാണ് ആദ്യകാല കയ്യെഴുത്ത് പ്രതികളിൽ കണ്ടിട്ടുള്ളൂ. പിന്നീടുള്ള വാക്യങ്ങൾ മറ്റാരോ എഴുതി ചേർത്തതാണെന്നുള്ള ഒരു ആരോപണം. 9 മുതൽ 20 വരെയുള്ള ഭാഗങ്ങൾ ആ ആദ്യത്തെ പ്രതി അതിന്റെ പകർപ്പിൽ ഇല്ലായിരുന്നു എന്നും അത് മറ്റാരോ എഴുതി ചേർത്താന്ന് പറയുന്നു. പക്ഷെ അത് ഇങ്ങനെയാണ് വിശ്വസിക്കപ്പെടുന്നത്. അത്ര എഴുതിയപ്പോഴേക്കും 16 അധ്യായത്തിന്റെ 8 വാക്യം വരെ എഴുതിയപ്പോഴേക്കും അദ്ദേഹം രക്തസാക്ഷിയായി കൊല്ലപ്പെടുകയും ബാക്കി ഭാഗം ആരും എഴുതി പൂർത്തീകരിച്ചതുമായിരിക്കാം എന്ന് പറയുന്നു. എന്ന് വെച്ച് ആ 9 മുതൽ 20 വരെയുള്ള ഭാഗങ്ങൾക്ക് ആധികാരികതയില്ല എന്ന് മറ്റു പലരും സമർത്ഥിക്കും. പക്ഷെ നമുക്കറിയാം ആ 16 ഭാഗങ്ങളാണ് ഏറ്റവും ശക്തമായിരിക്കുന്ന വേദഭാഗങ്ങൾ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. 16 രോഗികളെ കൈവച്ചാൽ സൗഖ്യം പ്രാപിക്കും. സുവിശേഷത്തിന്റെ പ്രായോഗികമായിരിക്കുന്ന അനുഭവങ്ങൾ അതിൽ വളരെ വ്യക്തമായിട്ട് അവസാനത്തെ അധ്യായത്തില് പറയുന്നുണ്ട്. അപ്പോ അതിന്റെ അവസാനത്തെ പ്രശ്നം ഒരു പണ്ഡിതന്മാരുടെ ഇടയിലുള്ള ഒരു തർക്കവും വിതർക്കവും ചർച്ചയും ഒക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആധികാരികതയെ കുറിച്ച് ഒരു തർക്കവും ഇല്ല. മർക്കോസിന്റെ സുവിശേഷത്തെ കുറിച്ച് ഇപ്പൊ കുറെ കാര്യങ്ങൾ. പിന്നെ അതിന്റെ 16 വരെയുള്ള ഭാഗങ്ങളിൽ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തെ മുഖവര. അടുത്തതായിട്ട് പറയുന്നത് അതിന്റെ ഭാവി സംഭവങ്ങളെ കുറിച്ചുള്ള ഒരുക്കം, ഗലീലയിലേക്കുള്ള യാത്ര, അത്ഭുതങ്ങൾ, ഉപമകൾ. ഇതൊക്കെ നമ്മൾ മത്തായി എഴുതിയ സുവിശേഷത്തിന് പറയുന്നതിന്റെ ഏകദേശം അതുപോലെ തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന്റെ എംഫസൈസ് മാത്രം വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. സമാന്തര സുവിശേഷങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മത്തായി എഴുതിയ സുവിശേഷം യേശുവിന്റെ രാജാവായിട്ടും യഹൂദന്മാർ കാത്തിരുന്ന മശിഹയായിട്ടും ആ അവതരണങ്ങളിൽ, വിവരണങ്ങളിൽ, ഉപമകളിൽ ഒക്കെ പറയുന്നത് ആ ആംഗിളിലാണ്, ഉദ്ധരണികളിലൊക്കെ. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ ഓരോ സംഭവങ്ങളും നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അനുസരണയുള്ള ദാസനായി, ഭൃത്യനായി യേശുവിനെ അവതരിപ്പിക്കുകയാണ്. റോമാക്കാർക്ക് അവർ പ്രതീക്ഷിക്കുന്ന ഒരു നേതാവിനെ, അവർ പ്രതീക്ഷിക്കുന്ന ഒരു രക്ഷിതാവിനെ അവതരിപ്പിക്കുക. ദക്കപ്പൊലി ദേശത്തേക്കുള്ള യാത്ര, ഗലീലയിലേക്കുള്ള 2ാം യാത്ര, മരുഭൂമിയിലേക്ക് പിൻവാങ്ങിപ്പോകുന്നത്, വടക്കേ രാജ്യത്തിലേക്കുള്ള യാത്രയും കഷ്ടാനുഭവത്തെ കുറിച്ചുള്ള പ്രമേയങ്ങളുടെ പ്രഖ്യാപനവും. അതിലൊക്കെ പറയുന്നത് എന്താണ്? ഈ ദാസനായ യേശുവിന്റെ പ്രവർത്തനങ്ങളാണ്. ആ രീതിയിൽ നമ്മൾ വായിച്ചാൽ മതി. ഓരോന്ന് വായിക്കുമ്പോൾ പറയാം അതിൽ പ്രത്യേകതകൾ എന്താണ്. യെരുശലേമിലെ ശുശ്രൂഷയും യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും കഷ്ടാനുഭവങ്ങളും 16 അധ്യായം 20 വാക്യം വരെയുള്ള നമ്മൾ പറയുന്നുണ്ട്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വാക്യങ്ങൾ ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അതിന്റെ 16 അധ്യായത്തിന്റെ 16 വാക്യം പിന്നീട് അതിനോട് ചേർന്ന് വരുന്നില്ല എന്ന് പറഞ്ഞാലും ബൈബിളിന്റെ മുഖ്യമായിരിക്കുന്ന എല്ലാ ഉപദേശങ്ങളോടും ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ്. 16 അധ്യായത്തിന്റെ 16 വാക്യം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അടുത്ത വാക്യം 17 വാക്യം ഒന്ന് ശ്രദ്ധിക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. സുവിശേഷത്തിന്റെ പ്രായോഗികമായിരിക്കുന്ന ഒരു കാര്യമാണ് ഈ വാക്യങ്ങളിൽ പറയുന്നത്, അല്ലേ? ആ യേശു ജീവിച്ചെന്ന് പറഞ്ഞാൽ അതൊക്കെ സംഭവിച്ചു.
എന്ന് പറഞ്ഞ് കഴിഞ്ഞകാല അനുഭവമായിട്ടല്ല മർക്കോസിന്റെ സുവിശേഷം നിൽക്കുന്നത്. നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം അവസാനിക്കുമ്പോൾ എന്തോ ഒരു ഗ്രേറ്റ് കമാൻഡ്മെന്റിന്റെ കാര്യം പറഞ്ഞു ഇല്ലേ, ഗ്രേറ്റ് കമ്മീഷൻ. അതിന്റെ എംഫസൈസ് എന്തായിരുന്നു? രാജാവിന്റെ ജീവിതത്തെ കുറിച്ച്, സുവിശേഷത്തെ കുറിച്ച് മറ്റുള്ളവരോട് അറിയിക്കുകയും അവരെ ശിഷ്യന്മാരാക്കുവാനാണ്. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ എംഫസൈസ് എന്താണ്? യേശുവിന്റെ സുവിശേഷത്തെ കുറിച്ച് മറ്റുള്ളവരോട് അറിയിച്ച് നമ്മൾ ഈ കാര്യം ചെയ്യണം. വിശ്വസിക്കുകയും സ്ഥാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിക്കപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ എന്തും കൂടി ഉണ്ടായിരിക്കണം, ഈ അടയാളങ്ങളും കൂടെ ഉണ്ട്. പ്രവൃത്തികൾ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസ്തദാസനായിരിക്കുന്നവരുടെ പ്രവൃത്തികളിൽ ദൈവികമായിരിക്കുന്ന അംഗീകാരവും അധികാരവും വെളിപ്പെടണം. അതാണ് മർക്കോസിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത. ഈ അടയാളങ്ങൾ നടക്കും, നടക്കാൻ സാധ്യതയുണ്ടെന്നോ നടന്നേക്കാമെന്നൊന്നല്ല പറഞ്ഞിരിക്കുന്നത്. വിശ്വസിക്കുന്നവരുടെ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഇന്നും ദൈവികമായിരിക്കുന്ന ഒരു അധികാരമാണ്, ഭൂതശക്തികളിന്മേൽ അധികാരം ഉണ്ടായി. സർപ്പങ്ങളെ പിടിച്ചെടുക്കും, പൈശാചികമായിരിക്കുന്ന അധികാരങ്ങളെ പിടിച്ചെടുക്കും. മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഉള്ള ഒരു അധികാരം നമുക്ക് ഈ സുവിശേഷം തരുന്നുണ്ട്. ഞാനൊരു സംഭവം കഥ കേട്ടതും കൂടെ ഇതിന്റെ കൂടെ പറയാണ്. ഒരു മുസ്ലിം രാജ്യമായ ടുണീഷ്യയിൽ നടന്ന ഒരു കാര്യമാണ്. വളരെ പ്രതികൂലങ്ങളുടെ മധ്യേ ഒരു മുസ്ലിം യുവാവ് ഈ ദൈവവചനം കേട്ട് യേശുവിന്റെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. തന്റെ ഭാര്യ ഇത് കേട്ടപ്പോ അയ്യോ ഇത് ഭയങ്കര പ്രശ്നമായി തീർന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് വളരെ ദുഃഖമായി തീർന്നു. കൂട്ടുകാർ വന്നപ്പോ പറഞ്ഞു, ആ മുസ്ലിം സ്ത്രീ പറഞ്ഞു, എന്താ നീ ദുഃഖിച്ചിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ ഭർത്താവ് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് മാറി ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് പോയി, അതാണ് എന്റെ ദുഃഖത്തിന്റെ കാരണം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നീ എനിക്ക് സ്വർഗം ലഭിക്കാൻ വളരെ എളുപ്പമായി. ഒരു കാഫീറിനെ കൊന്നു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗം ലഭിക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തോ, ഞങ്ങൾ നിനക്ക് വിഷം തരാം. നിന്റെ ഭർത്താവിന് വിഷം കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗം ലഭിക്കുന്നു. ആ പൊട്ടിപ്പെണ്ണ അത് വിശ്വസിച്ചു, വിഷം കലക്കി വെച്ചു. ഭർത്താവ് വന്നപ്പോൾ, ദാഹിച്ചു വന്നപ്പോൾ ആ വിഷം എടുത്തു കൊടുത്തു. അദ്ദേഹം വിഷം കഴിച്ച ഉടനെ അതിന്റെ അരുചിയും പ്രശ്നം തോന്നിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ കുഴപ്പമാണെന്ന് വിചാരിച്ച് പെട്ടെന്ന് ഓർത്തു, ഭാര്യ ഇങ്ങനെ തന്റെ വിശ്വാസത്തെ സംബന്ധിച്ചിട്ട് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഓർത്തപ്പോൾ തോന്നി ആ ഭാര്യ എന്തോ പറ്റിച്ച് കളഞ്ഞുവല്ലോ എന്ന് വിചാരിച്ചിട്ട് വിഷമിച്ചു. അദ്ദേഹം ഉടൻ ഈ വാക്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്നാണ് പറയണത്. ഹാനികരമായത് എന്തു കുടിച്ചാലും അവർക്ക് ഹാനി വരില്ല എന്നുള്ളത്. മരണകരമായി യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. അദ്ദേഹം ആ വാക്ക് ഉരുവിട്ട് പ്രാർത്ഥിച്ചു. അന്ന് അത്ഭുതം നടന്നു. അദ്ദേഹം ഛർദ്ദിച്ച് ആ വിഷമെല്ലാം അദ്ദേഹത്തിൽ നിന്ന് പോയി. തന്റെ ഭാര്യ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മരിക്കാതെ ജീവനോടെ നിന്നു. ആ സ്ത്രീ വന്നിട്ട് കാലിൽ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, നിങ്ങളെ കൊല്ലാനായിട്ട് ഞാൻ പരിശ്രമിച്ചതാണ്, പക്ഷേ നിങ്ങളിപ്പോ വീണ്ടും ജീവൻ എന്നോട് ക്ഷമിക്കണം. അവരും യേശുവിന്റെ സാക്ഷിയായിട്ട് അനുയായിയായിട്ട് തീർന്നു എന്നാണ് കഥ. അപ്പൊ നമുക്ക് ഈ മർക്കോസിന്റെ സുവിശേഷം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു ദൗത്യം മാത്രമേ ഉള്ളൂ, പ്രവർത്തിക്കുക, പ്രവർത്തിക്കുക, എപ്പോഴും പ്രവർത്തിക്കുക, എപ്പോഴും ഓടുക, എപ്പോഴും ഓടുക. യേശുവിനെ പോലെ അതെന്തെന്നാ പറയാ, തലങ്ങും വിലങ്ങും ആ യഹൂദിയിലും ശമരിയിലും യെരുശലേമിലേക്കും മാറി മാറി സഞ്ചരിച്ചതുപോലെ നമുക്ക് ദൈവം തരുന്ന ആരോഗ്യം, സമയം, പണം എല്ലാം ഈ കർത്താവിന് വേണ്ടി ചെലവഴിക്കുവാനും ഓടുവാനും നമുക്ക് ഈ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ വെറുതെ ഇരിക്കാനായിട്ട് നമുക്ക് സമയമില്ല. ഒരു കർത്താവിന്റെ സാക്ഷികളായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് വെറുതെ ഇരിക്കാനും അലസരായിരിക്കാനും സമയമില്ല. നമുക്കെല്ലാം ഇപ്പോഴും പ്രവർത്തിക്കുക, പ്രവർത്തിക്കുക, പ്രവർത്തിക്കുക. അന്ത്യത്തോളം വിശ്വസ്തരായിട്ട് നിൽക്കുക, ദാസനായിട്ടിരിക്കുക. സ്വന്തം ഇഷ്ടമല്ല, അയച്ചവന്റെ ഇഷ്ടം ചെയ്യുക അത്രേ എന്റെ പ്രവൃത്തി, എന്റെ ആഹാരം എന്ന് പറഞ്ഞ് ഓരോ നിമിഷവും അതിനുവേണ്ടി നമുക്ക് നിൽക്കാനായിട്ട് കഴിയണം. അപ്പൊ മർക്കോസിന്റെ സുവിശേഷം ഞാൻ വളരെ വേഗത്തിൽ ഇന്ന് ഓടിച്ച് ഇന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം നമുക്ക് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. ഒരിക്കൽ കൂടെ പറയാണ്, മത്തായി എഴുതിയ സുവിശേഷത്തിലെ ഓരോ സംഭവങ്ങളും അത്ഭുതങ്ങളും ഉപദേശങ്ങളും വായിക്കുമ്പോൾ ഒരു രാജാവിന്റെ കൽപ്പന പോലെ നമ്മൾ
വായിക്കുക. മർക്കോസിന്റെ സുവിശേഷത്തില് പുതിയൊരു കാഴ്ചപ്പാടോടെ, ദാസന്റെ മനോഭാവത്തോടെ അത് വായിക്കുകയും അത് അപ്പൊ തന്നെ പ്രവർത്തിക്കുവാൻ വെമ്പുന്ന ഒരു ദാസനായിട്ട് ജീവിക്കാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.